വണക്കം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 12-ാം തീയതി മാർച്ച് മാസം 2026 രാവിലെ 7:51 ആയിട്ടുണ്ട്. ഇത് ഇന്നലത്തെ നമ്മുടെ ലെവൽസിന്റെ സ്ക്രീൻഷോട്ടാണ് വിട്ടേക്കുന്നത്. നിഫ്റ്റിയുടെ സ്ക്രീൻഷോട്ടാണ്, നിഫ്റ്റി ഫ്യൂച്ചറിന്റെ സ്ക്രീൻഷോട്ടാണ്. എന്തൊക്കെ ന്യൂസ് വന്നാലും എന്തൊക്കെ മാർക്കറ്റിൽ നടന്നാലും ഈ ലെവൽസ് എത്രത്തോളം അക്യുറസി ആയിട്ട് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വെറുതെ മുകളിൽ 2 ലൈൻ താഴെ 2 ലൈനാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. അത് ബേസ്ഡ് ഓൺ മാർക്കറ്റ് പ്രൊഫൈൽ കോൺസെപ്റ്റും അതിന്റെ ഒരു ചില കാൽക്കുലേഷനും മാത്തമാറ്റിക്സും ഒക്കെ ഉള്ളത് കൊണ്ടും ഓപ്ഷൻ ചെയിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് ഇവിടെ ലെവൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ യുണീക്കായിട്ട് പറയുന്ന പോയിന്റ് ഓഫ് കൺട്രോൾ പോക്ക് അല്ലെങ്കിൽ POC എന്ന് പറയുന്ന കാര്യവും അതിന്റെ ഒരു കണക്കും നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇതിനെ ഇന്നലെ ഇതുണ്ടോ, നമ്മുടെ 24,130 24,085 ഒരു ലെവൽ വരച്ചിരുന്നു. എക്സാക്ട്ലി അവിടെ വന്നിട്ട് ഇവിടെ ഒരു എന്താ പറയാ, ഈ ലെവലിൽ വന്നതിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ കൊടുത്തു. അതിനുശേഷം ഏറെക്കുറെ ഒരു അരമണിക്കൂർ ആ ലെവലിൽ സ്പെൻഡ് ചെയ്തതിനു ശേഷം, അരമണിക്കൂറിൽ കൂടുതൽ 24,85 അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് താഴോട്ടുള്ള ഒരു മൂവ് നമുക്ക് തരുന്നത്. ഓക്കെ, ഈ മുകളിൽ നിന്നുള്ള ഒരു ഫാൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഇന്നത്തെ നിഫ്റ്റി ഫ്യൂച്ചറിന്റെ ചാർട്ടാണ്. നിഫ്റ്റി ഫ്യൂച്ചർ കണ്ടിന്യൂഷൻ ചാർട്ടിന് ഇന്നത്തെ ലെവൽസ് ആണ്, ഇന്നത്തെ ലെവൽസ് ആണ്. ഇതിന് 1 ടൈം ഫ്രെയിം എന്ന് പറയും. മാർക്കറ്റ് പ്രൊഫൈലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻറ്റ് വരും, പേടി കാണൂല മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ. കാരണം വെച്ചാൽ ഇത്രയും വലിയ ഒരു മുകളിൽ നിന്നുള്ള താഴോട്ടുള്ള മൂവ് നിഫ്റ്റി 50യും ബാങ്ക് നിഫ്റ്റിയൊക്കെ താഴോട്ട് നോക്കി വരുമ്പോൾ നിങ്ങൾക്ക് പേടി കാണും. അപ്പൊ ഇതിന് 1 ടൈം ഫ്രെയിം എന്ന് പറയും മാർക്കറ്റ് പ്രൊഫൈലിൽ. അതായത് നമ്മുടെ നോർമലായിട്ട് സംസാരിക്കുന്ന ട്രേഡിങ്ങിലാണ് എന്താ പറയാ, വീണ്ടും മുകളിലുള്ള ഹൈനെ മാർക്കറ്റ് കട്ട് ചെയ്യുന്നില്ല. ആദ്യത്തെ ക്യാൻഡലിന്റെ ഹൈനെ കട്ട് ചെയ്തില്ല, രണ്ടാമത്തെ ക്യാൻഡലിന്റെ ഹൈനെ കട്ട് ചെയ്തില്ല, മൂന്നാമത്തെ ക്യാൻഡലിന്റെ ഹൈനെ കട്ട് ചെയ്തില്ല, നാലാമത്തെ ക്യാൻഡലിന്റെ. അപ്പൊ ഇതിനെ 1 ടൈം ഫ്രെയിം എന്നാണ് പറയുന്നത്. സോ ഈ 1 ടൈം ഫ്രെയിം എന്താണെന്നുള്ളത് ഗൂഗിൾ ചെയ്ത് നോക്കി പഠിച്ചിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ എന്താണെന്നുള്ള കമന്റ് ചെയ്യുക. ഇന്ന് ഇതാണ് ലെവൽസ്. 205 ആണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ. 205 ആക്ച്വലി നല്ല പ്രൈസ്, അതായത് പ്രീമിയം പ്രൈസ് ഒക്കെ നല്ല ബഡ്ജ് ചെയ്ത് നിൽക്കുകയാണ്. മാർക്കറ്റിൽ നല്ല ഫിയർ ഉണ്ട്. അതെന്ന് പറഞ്ഞ് വീണ്ടും ഇന്ന് ഇത്രയും വീഴ്ച വീഴണം എന്നൊന്നും ഇല്ല. പക്ഷേ നല്ലൊരു ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ലെവലിൽ താഴേക്ക് ഒരു ഗ്യാപ് ഡൗൺ ആണ് എന്നുണ്ടെങ്കിൽ 23,695 അവിടെയൊക്കെ ആണ് ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചർ ഒരു സൈഡ് വേയിൽ കൊണ്ടുപോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് ലെവൽ നോക്കുക, എന്നിട്ട് ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ ശ്രദ്ധിക്കുക. 205 എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് കൺട്രോൾ ആണ്. നോക്കുക, നമുക്ക് വേറൊരു ലെവലോടെ വന്നിട്ടുണ്ട്. അത് പറ്റുമെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഇടാൻ ശ്രമിക്കാം. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.